ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്വതന്ത്രമായി പങ്കുവയ്ക്കൂ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 5 അധ്യായം 14-15 വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ച് എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ദൈവീക സാന്നിധ്യത്തിനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കലിനും ഇടയിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട്. ചിലപ്പോൾ നമ്മുടെ സാക്ഷ്യങ്ങൾ, സ്നേഹം, ദയാപ്രവർത്തികൾ എന്നിവ പങ്കുവയ്ക്കുകയും തുടർന്ന് പ്രാർത്ഥനയിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യം സ്വർഗീയ സന്തോഷത്തോടെ നമ്മെ ആലിംഗനം ചെയ്യുന്നത് നമുക്ക് അനുഭവിക്കാൻ തുടങ്ങും. ഒരു ദിവസം എൻ്റെ അച്ഛൻ റോഡിൽ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഒരാൾ അദ്ദേഹത്തെ സമീപിച്ച് ചോദിച്ചു, കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷണം വാങ്ങാൻ അടുത്തെവിടെയെങ്കിലും സ്ഥലമുണ്ടോ? ഒരു ആഡംബര റെസ്റ്റോറൻറ്റിൽ പോകാൻ എനിക്ക് കഴിയില്ല. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യന്റെ പക്കൽ ആവശ്യത്തിന് പണമില്ലെന്ന് എൻ്റെ അച്ഛന് തോന്നി. അനുകമ്പയാൽ അയാൾ 100 രൂപയുടെ ഒരു നോട്ട് പുറത്തെടുത്ത് ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ദയവായി ഇതെടുക്കൂ, സമീപത്ത് ഒരു നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട്, പോയി സമാധാനത്തോടെ ഭക്ഷണം കഴിക്കൂ എന്ന്. എൻ്റെ അച്ഛൻ ആരാണെന്ന് ആ മനുഷ്യൻ അറിയില്ലായിരുന്നു. എൻ്റെ അച്ഛന് ഒരിക്കലും ആ മനുഷ്യന്റെ കഥയും അറിയില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വിശദീകരിക്കാൻ കഴിയാത്ത ഒരു സന്തോഷത്താൽ അദ്ദേഹം നിറഞ്ഞു. ആ ദിവസം മുഴുവൻ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കൃപ അദ്ദേഹത്തെ വഹിച്ചു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഈ ഏറ്റവും ചെറിയ ദാസന്മാരിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തു എന്ന്. ഇത് മത്തായി 25 അധ്യായം 40 വാക്യത്തിൽ കാണപ്പെടുന്നു. ഇങ്ങനെ യേശു പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം ആനന്ദാശ്രുക്കൾ ഒഴുക്കി. ചിലപ്പോൾ ദൈവം നിങ്ങൾക്ക് കാണിച്ച നന്മ മറ്റുള്ളവരുമായി പങ്കിടുമ്പോൾ വാക്കിലും പ്രവൃത്തിയിലും ഔദാര്യത്തിലും ആഴമായ സന്തോഷവും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഒരു സ്പർശനീയമായ ബോധവും നിങ്ങളുടെ ആത്മാവിനെ നിറയ്ക്കുന്നു. ഗ്രാമശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചെത്തിയ യുവാക്കൾ വൈകുന്നേരം പള്ളിക്ക് പുറത്തു നിന്ന് കർത്താവിന് സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിന് ജയം ജയം ഹല്ലേലൂയ. ഈ ഗാനത്തിലൂടെ അവർ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വളരെ സമൃദ്ധമായി ഇറങ്ങി വരും. അവൻ്റെ സാമീപ്യത്താൽ അവർ സന്തോഷകരമായ നൃത്തത്തിലേക്ക് തിരിയും. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ സ്നേഹം, സാക്ഷ്യം, അനുഗ്രഹങ്ങൾ എന്നിവ മറ്റുള്ളവരുമായി പങ്കിടുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു കവിയട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 യോഹന്നാൻ 3 അധ്യായം 1 വാക്യം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായ്ക കൊണ്ട് നമ്മെയും അറിയുന്നില്ല. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 37, 38, 39 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 26 അധ്യായം. ആമേൻ.